ഇഷ്ടം എന്ന സിബി മലയിൽ സിനിമയിലൂടെ മലയാളികളുടെ പ്രിയ നടിയായി മാറിയ ആളാണ് നവ്യ നായർ. നന്ദനം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രം അവരെ മലയാളികളുടെ പ്രിയ താരമാക്കി മാറ്റി. സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെയായിരുന്നു അവരുടെ വിവാഹം നടക്കുന്നത്. അതോടെ കുറച്ച് വർഷങ്ങൾ അവർ സിനിമയിൽ നിന്നും നൃത്തത്തിൽ നിന്നുമൊക്കെ മാറി നിന്നിരുന്നു എങ്കിലും വീണ്ടും വെള്ളിത്തിരയിലേക്കും നൃത്തത്തിലേക്കും മടങ്ങിയെത്തുകയായിരുന്നു. അവരുടെ മടങ്ങിവരവ് ഒട്ടും മോശമായിരുന്നില്ല. ഒരുത്തി എന്ന സിനിമയിലെ മികച്ച അഭിനയം അതിന് തെളിവാണ്. ധാരാളം അഭിമുഖങ്ങളും മറ്റുമായി അവർ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ്. പുതിയ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയും പതിവാണ്. മകനുമൊത്തും മറ്റ് കുടുംബാംഗങ്ങളുമൊത്തുമൊക്കെയുള്ള വീഡിയോകൾ അവർ ധാരാളം ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ മലയാളികൾ പൊളിയാണ് കേട്ടോ. എത്ര നല്ല കാര്യങ്ങൾ കണ്ടാലും അതിലെന്തെങ്കിലും കുറവോ കുഴപ്പമോ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ചിലരുടെയെങ്കിലും ഹോബിയാണ്. അമ്മയും മകനും കൂടി സിനിമയ്ക്ക് പോകുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ പേർ ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ അച്ഛനെവിടെ? പിരിഞ്ഞോ? ഡിവോഴ്സായോ? എന്നിങ്ങനെ പോകുന്നു സ്നേഹാന്വേഷണങ്ങൾ. ഈ അടുത്ത ദിവസം മകനുമൊത്തുള്ള ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോയ്ക്കടിയിൽ ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അച്ഛനെവിടെ? അയ്യോ, കുട്ടിയുടെ അച്ഛനെവിടെ? അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവരുടെ ചോദ്യം കേട്ടാൽ തോന്നും കുട്ടിയുടെ അച്ഛൻ ഇവർ എന്തോ സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടോ കൊടുക്കാനെന്ന്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കയറിക്കൂടി എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ കമൻറ്റ് പറഞ്ഞ് വല്ലാതെ നിർവൃതി അടയുക. ഇത് നമ്മളിൽ ചിലരുടെ ഹോബിയാണ്. അതിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം എന്ത് സുഖമാണെന്നോ. ഒരാളുടെ സ്വകാര്യതയിൽ പോയി എത്തി നോക്കി വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുക നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അവർ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. അവരുടെ സന്തോഷമാണതെങ്കിൽ സന്തോഷം രേഖപ്പെടുത്തുക. ദുഃഖമാണ് അതിലുള്ളതെങ്കിൽ അതിൽ പങ്കാളിയാവുക. ഇതിനൊന്നും പറ്റിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക. ആർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്കതിന് കഴിയാതെ പോകുന്നത്? നമ്മളിൽ നല്ലൊരു വിഭാഗം ആൾക്കാരും ഹൈപ്പർ ക്രിട്ടിക്കൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ വല്ലാതെ വിമർശിച്ച് കൊണ്ടേയിരിക്കും. വേറെയും ചിലരുണ്ട് ഫോൾട്ട് ഫൈൻഡേഴ്സ്. ചെറിയ കാര്യത്തിന് പോലും കുറ്റം കണ്ടെത്തും. എന്ത് നല്ല കാര്യം കണ്ടാലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇവരൊക്കെ നമുക്കിടയിൽ ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ ശരിയാവും കാര്യങ്ങൾ? എന്തായാലും നവ്യയുടെ കൊച്ചിൻ്റെ അച്ഛൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ സമാധാനമായിരിക്കൂ ചങ്ങാതിമാരെ.